നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ക്ഷീണം മൊത്തം മൊത്തമാണ്. കൊച്ചു നമുക്ക് പോവാം. അത് ഈ ചാള് തുടച്ചോളൂ എന്നിട്ട് പോയി പാ ചെയ്യും. ഗൈസ് കൊച്ചു ദേ മുടിയൊക്കെ താടിയൊക്കെ വെട്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കയ്യിന്ന് പോയി എന്നാലും കറങ്ങോ കുഴപ്പമില്ല. ഷൈം ടോമിന്റെ ഡാൻസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സ്റ്റെപ്പ് എന്ത് സ്റ്റെപ്പ് കാണിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഹേ ഗായ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലേക്ക് നമ്മൾ കൊച്ചിയിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഇന്ന് രാവിലെ വന്നിട്ടേ ഉള്ളു. രാവിലെ അല്ല, ഇന്ന് രാത്രി തന്നെ വന്ന്. അപ്പം ഭയങ്കര ടയർഡായിരുന്നു. കൊച്ചുവിന് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ആരുമായിട്ടാണ് കൊച്ചു? ഷൈൻ ടോം ചാക്ക ആൻഡ് ഷൈൻ നിഗം. ഫോണൊക്കെ പൊട്ടിയോ? ഇല്ലല്ലോ, കയ്യിലുണ്ടല്ലോ. ഇല്ല, അതൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്കൊരു മൂവിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് പോയിട്ട് മൃദുലേ വന്നായിരുന്നു കേട്ടോ. അപ്പം നമ്മളതായിട്ട് ഇന്ന് സലൂണിലോട്ടൊക്കെ ഒന്ന് പോവുകയാണ് ഗൈസ്. മുടിയൊക്കെ ഒന്ന് വെട്ടണം. അതെ, എനിക്ക് നമ്മൾ അവിടെ നിന്ന് പോയിട്ട് വന്നിട്ട് പിന്നെ സലൂണിലൊന്നും പോയിട്ടേ ഇല്ല. നമ്മൾ അതുപോലെ നേരത്തെ നമ്മൾ PRP ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുടി ഒഴിച്ചിട്ട് സത്യം കുറഞ്ഞില്ലേ ഇല്ലേ? അപ്പൊ PRP ചെയ്തിട്ടില്ല, സ്പാ ചെയ്തിട്ടില്ല. ഒരു സിനിമ മലയാളി ഫ്രം ഇന്ത്യ, അത് നമ്മൾ കണ്ടില്ലായിരുന്നു. അത് കാണണം. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ് കഴിക്കാനായിട്ട് ഇന്ന് ഉച്ചക്ക്? ചോറ്, ഇലത്തോരൻ, മീൻ വറുത്തത്, ചമ്മന്തിപ്പൊടി, തൈര്, മീൻകറി ഉണ്ട്. കുളിച്ച് വിയർക്കുവാണല്ലോ മൃദുലേ. അങ്ങ് ഭയങ്കര ചൂട്, ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ വയ്യ. അടായി അമ്മയ്ക്ക് കാശ്മീരി പോയിട്ട് ചുണ്ട് പൊട്ടിയില്ലേ, അതേ കണക്ക് ഇപ്പൊ ചൂടെടുത്തിട്ട് മൊത്തം പോയി. അമ്മയുടെ ചുണ്ട് കണ്ടോടാ നീ, കറുത്തങ്ങ്. ഇല്ല പൗഡർ ഉണ്ടല്ലോ നമ്മൾ ഈ ചൂടത്തിടുന്ന മറ്റേ ഒരു കൂൾ സാധനം, അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. പിന്നെ വെയിലൊന്നും കൊള്ളാതെ ഇവിടെ ഇരിക്കുക കേട്ടാ ഗൈസ്. അപ്പൊ നിങ്ങളും ഇപ്പോഴത്തെ ചൂട് സീരിയസ്ലി ഡയറക്റ്റ് സൂര്യന്റെ മാക്സിമം ആ ഒരു സമ്പർക്കം ഒഴിവാക്കുക സുഹൃത്തുക്കളെ. അച്ഛന്റെ അവസ്ഥ ഭയങ്കര കേട്ടോ. വണ്ടി ഈ പുറത്ത് പണി ചെയ്യുന്നവരുടെ അവസ്ഥ ഭയങ്കര ഇതാണ്. വണ്ടി ഡ്രൈവിങ്, അതായത് അച്ഛൻ്റെ ഒക്കെ ഫീൽഡ് എന്ന് വെച്ചാൽ വേറെ വർക്ക് മരോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഈ ഫ്ലാറ്റ് വഴിയും വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ, ഭയങ്കര ചൂട്. അതൊന്നും ഊഹിക്കാൻ പറ്റത്തില്ല അല്ലേ വെച്ചോ. ഓടിപ്പോയി വണ്ടി എടുത്തോ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ട് പോകാം. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ സലൂണിലോട്ട് യാത്രയാവട്ടെ സുഹൃത്തുക്കളെ. ഇന്ന് ഫുൾ കൊച്ചി പൊളിക്കാൻ പോവാ. മുതുക്ക് നമ്മളങ്ങനെ മുതുക്ക് കൊട്ടാരങ്ങളുള്ള ചുംബികളായ കെട്ടിടങ്ങൾ നമ്മൾ ആദ്യമായിട്ടാ പട്ടണത്തില്. അപ്പൊ നമുക്ക് ഇന്നിവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടാ. എന്തിനാണെന്തോ കുറച്ചൊന്നും പറയാനി. കായലിന് നടുക്കുള്ള ഒരു റിസോർട്ടിലാണ് സുഹൃത്തുക്കളെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ വരുന്നെന്ന് അറിഞ്ഞിട്ട് നോക്ക് ഗൈസ്, ഇത് വേണ്ടായിരുന്നു. അതെ, ഇത്ര സ്വീകരണമൊന്നും വേണ്ടായിരുന്നു. നമുക്ക് നടക്കാനുള്ള ആ പാത്താണ് ഗൈസ് അത്. അല്ല നമ്മളെ സ്വീകരണോടാ. ഇതല്ല തിരി. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ബോൾഗാട്ടി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കായലാൽ ചുറ്റപ്പെട്ട ഒരു റിസോർട്ടാണ്. കൊള്ളാം. ഒരു പഴയ കൊറേ ബിൽഡിംഗ് ഉണ്ട് അവർക്ക്. നമ്മൾ ആദ്യം പോയത് ഒരു കല്യാണ സ്ഥലത്തോട്ടാ, അത് അവരുടെ തന്നെ പ്രോപ്പർട്ടിയാ അല്ലേ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കുറെ ബോട്ടുകളൊക്കെ ഇങ്ങനെ, വലിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ കേട്ടോ. നമ്മളെ വീട്ടിൽ ഇതിനൊക്കെ മുള കൊണ്ട് നടണോടാ, അത് തണല. ഉടനെ ഫുഡൊക്കെ കഴിച്ചോണം കേട്ടോ ഗൈസ്. ഇവിടെ ബൊഫേ ഉണ്ട് ഗൈസ്, ബൊഫേ ഞാൻ എടുത്തു കേട്ടോ. ഞാൻ ഫിഷ് കറി എടുത്ത്, ചിക്കൻ മസാല എടുത്ത്, പനീർ എടുത്ത്, റൈസ്, പിന്നെ സാലഡ്, മൃദുല സാധാ നോർമൽ ചോറ്. കൊച്ചു എന്തോ സാധനം കഴിക്കുന്നത് കഴിച്ചു. എന്തോ അതിന്റെ പേരെന്തോ, ടെൻഡർ. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ഐസ്ക്രീം പുട്ടിങ് ഇളവൂടെ ഇരിക്ക. ഷൈം ടോക്കിക്ക് കൊച്ചും നമ്മുടെ മാഹിറും കൂടി ഡാൻസ് കളിപ്പിക്കാം കേട്ടോ. എന്തായി ഡാൻസ് പഠിച്ചിട്ട്? എന്തായി പഠിച്ചാ ഡാൻസ് പഠിച്ചാ? ഫോണെടുത്ത് മാറ്റി വെച്ചോ. വിയർത്തല്ലേ, ടെൻഷൻ കൊണ്ടോ അതോ അല്ല ഡാൻസ് കളിച്ചിട്ടാ?
പാട്ട് കണ്ടോടാ. ആ ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടശനി. പാലനം വേണ്ട, അഗുണപതികാരം വേണ്ട, ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല, ശരമയ്യേണ്ട. എന്തരോ എന്തോ ഷൈം ഡോമിന്റെ ഡാൻസ് കിട്ടാൻ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ലാസ്റ്റ് കൊച്ചി എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര എനർജി അല്ലേ പുള്ളി. അപ്പം നമ്മള് മൂവിയുടെ ഒരു പരിപാടിയായിരുന്നു. അപ്പം ഷൈൻ ചേട്ടനായിട്ടും ഷൈം ടോം ചാക്കോയായിട്ടും കൊച്ചുവിന്റെ മാസ്മരിക ഡാൻസുകൾ കണ്ടല്ലോ. ആരുടെ കളിക്കാനായിരുന്നു സൂപ്പർ? അങ്ങനെയല്ല, രണ്ടുപേരും അടിപൊളിയായിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോ വേറെ ലെവലുണ്ട്, ഭയങ്കര എനർജിയാ. അല്ല, ഇപ്പൊ ഇറങ്ങുന്ന ചില സിനിമയിലും പുള്ളി ഈ ക്യാരക്ടർ തന്നെ, ചില ആ സംസാരവും എല്ലാം അത് തന്നെ. ഞാനും മൃദുല ഇങ്ങനെ നടക്കുമായിരുന്നില്ലേ, ബോറടിച്ചിട്ട്. ഇത്ര നേരെ വയസ്സ് രാവിലെ വന്നതാണ് കേട്ടോ. പക്ഷെ കൊള്ളാല്ലേ, ഇവിടുത്തെ ആംബിയൻസ് കൊള്ളാല്ലേ, നല്ല തണലും ഉണ്ട്. അപ്പം എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ രാവിലെ 11 മണിക്ക് കയറിയിട്ട് ഇപ്പൊ സമയം എന്താ ഇറങ്ങാൻ നിൽക്കുമ്പോ സമയം അപ്പം വിശപ്പില്ലേ? പിന്നെ ഗൈസ്, തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി കുറെ നാളായി ചേട്ടാ കഴിച്ചിട്ട്. മൃദുലേക്ക് ലെഗ് പീസ് അടിച്ചല്ലോ. ഉയർത്തിയെടുക്കൂ. ഇതിനകത്ത് ഗ്രേവി ഉണ്ട് ഗൈസ്. ഈ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി കൂടെ അവര് ഗ്രേവി തരും, വഴി തന്നെ കറി. ബുംബ്രാസ്റ്റിക് വെയിൽ മറ്റേ ബോളിവുഡ് സെലിബ്രിറ്റി ഒക്കെ വരുന്ന കണക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ്. കൂടുതലത്തെ ഇവിടെയാണ്, നമുക്ക് മേലാണ് കേട്ടോ, മെൻസിനൊക്കെ മേലാണ്. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പോന്നെ? ത്രെഡിങ് സ്പായ. ഈ ചാള് തുടച്ചോളൂ, എന്നിട്ട് പോയി പാ ചെയ്യും. നീ പായൊക്കെ ചെയ്തോ? നീ എന്തോ പായ ചെയ്യുന്നേ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് മുടി ഇടണം, അത്രേ ഉള്ളൂ. മുടി ഇടണം, വെട്ടുന്നത് ഡിപ്പ് മാത്രം വെട്ടിയാൽ മതി. അന്നത്തെ കണക്കിൽ ഒട്ടിച്ച് വെക്കണ്ട അതല്ല. മറ്റേ അശോകൻ ഏതാ മുടി വെട്ടുമ്പോ അങ്ങ് ഫുള്ള് വെട്ടിയിട്ട് മുടി വെട്ടുന്ന അന്നത്തെ എന്തെങ്കിലും അഭിപ്രായം പറയണം, അല്ല ഇരുന്ന് ഉറങ്ങിക്കളയില്ല. അതിന്റെ കണക്ക് നീ അന്ന് ചെയ്ത പോലെ ഒരു സൈഡങ്ങ് ഒട്ടിച്ച്. ഇവിടെ നല്ല തണലുണ്ട് കേട്ടാ, നമുക്ക് എന്തോ ഒരു ആശ്വാസം ഇവിടെ കയറിയപ്പോ. പൂര മീശൻ, പൂര താടി ക്ലീൻ, പടയപ്പ വെട്ട്, മുടിയും താടിയൊക്കെ വെട്ടിത് ഇറങ്ങി വരുന്നുണ്ട്. ചെറുതായ പോലെ മുഖം ആണല്ലേ, ചേലായിട്ടുണ്ട്, സുന്ദര കോമളൻ. ഓ ഭയങ്കര ലുക്കടാ, ഭയങ്കര ലുക്ക്, മോയം മോയ ലുക്ക്, മോയം മോയെ മോയം മോയെ. ഇല്ല കുഴപ്പമില്ല, കൊള്ളടാ. അവരെ എത്ര മീശ വെട്ടിയാലും ശരിയാവത്തില്ല, ഒരുമാതിരി അങ്ങ് ആക്കി കളയും. മോയം മോയായി. ഇനി മൃദുല എന്തൊക്കെ കോലമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം കേട്ടോ. ഇവിടെ ഭയങ്കര ചെയ്വിടിന്റെ ശല്യം. കൊള്ളത്തില്ല, മീശ തൊടലെന്ന് പറഞ്ഞാൽ നീ ഒന്നും മിണ്ടിയില്ല വെട്ടിയപ്പോ. എന്നാ നീ പറഞ്ഞു നിനക്ക് വെട്ടുണ്ടായിരുന്നു, നീ പറഞ്ഞില്ല, ഇവ പറഞ്ഞില്ല, ഇവനും മിണ്ടിയില്ല. അടുത്ത് മീശ വെട്ട്, ഞാൻ മീശ വെട്ടിയില്ല, മീശ വെട്ടിയില്ല. പക്ഷെ അവൻ ചൈനക്കാരനാക്കി ഇവിടെ. മുടി വെട്ടിയത് കൊള്ളാം. 2 ദിവസം കഴിയുമ്പോ റെഡി ആവും പറ. റെഡി ആവുമായിരിക്കും. റൊമാൻസ് ഇവിടെയൊക്കെ ചുമന്നിരിക്കുന്നു, ഇവിടെ 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 ചുമന്നിരിക്കുന്നു.
ഇതാരായി പറയുന്നത്? അയ്യോ നസീർ സാർ ഇപ്പൊ എത്തി. അയ്യോ നസീർ സാർ മീശ നോക്ക് ഗൈസ്. നസീർ പഴയ മറ്റേ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളാ തോന്നുന്നു. ഇതൊരു വിന്റേജ് ജയിലിൽ നിന്ന് കിട്ടി ഉടുപ്പാ. അയ്യോ ഇത്രയും പേര് ഇവിടെ പോട്ടായിരുന്നു, ഞാൻ ഓർത്തില്ലേ. മനഃപൂർവ്വം അല്ല കേട്ടോ, എല്ലാവരും തിരിഞ്ഞു പോകും. കൊച്ചിന് സ്റ്റൈലില്ല. കൊച്ചു ഇപ്പോഴും കൊണ്ട് നേഴ്സറി പിള്ളേരെ കണക്ക് മറ്റേ ഉട്ടിയൊക്കെ ഉണ്ടല്ലോ. എന്റെ കളർ സെൻസ് അതെ, ഒരു സെൻസ് ഇല്ലാത്ത കളർ സെൻസ് അല്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വയ്യെന്ന് തോന്നുന്നില്ല. എടാ വറ്റയിൽ അമ്പം കാണിക്കില്ല, എല്ലാരും ആവേശത്തില്ലേ. എനിക്കറിയാം. അവിടെ ശ്രദ്ധിക്കുന്ന അവിൽ മിൽക്ക് അവിൽ മിൽക്ക് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ എനിക്ക് കൊണ്ട് തന്നില്ലായിരുന്നു. സൈലൊരു സുന വന്നിട്ടുണ്ട്. അലാറം അടിക്കുന്നില്ല ഇതുവരെ. അത് അലാറം അടിച്ചാൽ നമുക്ക് അവിൽ മിൽക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മൂവിക്ക് കയറാൻ വേണ്ടിട്ട്. അത് മനസ്സിലായില്ല. അവിൽ മിൽക്ക് വന്നിട്ടുണ്ട്. മൃദുല ഏത് ഫ്ലേവറാ പറഞ്ഞേ? ഇഷ്ടം എല്ലാം ഒന്ന് നീ മേലെ ഇരുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ ബൂസ്റ്റ്. കൊച്ചു ഇത് സ്പെഷ്യൽ. അതെന്തോ അതിന് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്. അതാ ഞാനും നോക്കണേ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ളത്. റോജു സൂപ്പർ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഉണ്ടോളം കൂടെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. കൊച്ചു ദേ കോട്ടൺ ക്യാൻഡി എടുക്കാൻ പോവാട്ടാ. പല കളറിലുള്ളതാണില്ലേ ഇവിടെ ലൈവായിട്ട് ഇവിടെ സംഭവം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കളറും ഈ കളറാണ് എല്ലാത്തിനും ക്യാൻഡി പിങ്ക് ഇട്. അത് പല ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. ഇത് ഓരോ ഷേപ്പിലല്ലേ. മഷ്റൂം ഉണ്ട്, ഫ്ലവർ. ഇതെടുക്കട്ടെ. അതുകൊണ്ടാ ഒരേ ഒരെണ്ണത്തിൽ ഉറപ്പിക്കുക. ഉണ്ടാക്കണ കൈസ് കൊള്ളാൻ കൈ സംഭവം. എന്താ മേല് പോയടാ? അത് ഷേപ്പിലുണ്ടാക്കൂടാ, ഷേപ്പിലായിട്ട് വരുന്നതൊക്കെ കണ്ടുപിടുത്തങ്ങളല്ലേ. ഇത് മറ്റേ കൊതമുല്ല കണക്കായി പോയി. എടാ അതെ ഇച്ചിരി എന്തോ നടന്ന മിസ്റ്റേക്ക് പറ്റി. കണ്ട കയ്യിന്ന് പോയി. എന്നാലും കറങ്ങോ, കുഴപ്പമില്ല. കറങ്ങി ആണോ ഈ ചേച്ചിയുടെ കയ്യിരിക്കുന്നുണ്ടാ? അത് കണക്ക് ഈ ഷേപ്പിൽ വരുമല്ലേ? ഈ ഷേപ്പിൽ വരും. നമ്മൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇവരിറങ്ങി വരുമോ പുറത്തുനിന്ന്? ഇത് എടുത്തോടാ കൊച്ചു, നീ എടുത്തോ. നമ്മളെ സാധനം എടുത്തോ. നമ്മള് പറഞ്ഞു നീട്ടണമല്ലോ. ഇല്ല, തൊപ്പി കണക്കി ഇരിക്കുന്ന തല വെക്കണം അല്ലേ? മുടി അത് മാറ്റിയിട്ട് കടി. രണ്ടെണ്ണം ആക്രാന്തം പോലെ. ഈ ഉത്സവപ്പറമ്പിലെ കൊണ്ടുവരാൻ ടേസ്റ്റ് ഇല്ല അത്രയും. നമ്മൾ ഈ 10 രൂപയ്ക്ക് കഴിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ സാധാരണ കൊണ്ടുവരുന്ന മറ്റേ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ട. രസമുണ്ട്, അത് ഉണ്ടാക്കുന്ന കാണാനും ഉണ്ടാക്കി തരുന്ന കാണാൻ രസമുണ്ട്. പക്ഷെ ടേസ്റ്റ് ഇല്ല. പക്ഷെ വലിയ നമസ്കാരം. ഇത് കൊച്ചുവിന്റെ സീറ്റായിരുന്നു. അല്ല ഇതെന്റെ സീറ്റ്. ഞാൻ ഇവിടെ ഇരുന്ന ഈ സേവ എന്നെ വലിച്ചു ഇവിടെ നീപ്പിച്ച്. ഒരു വയസ്സായ ഒരു അപ്പം വന്നിരിക്കുന്ന കൊച്ചുവിന്റെ അടുത്ത് സിനിമ തുടങ്ങാറായി. ലെറ്റ്സ് ഗോ. മലയാളി ഫ്രം ഇന്ത്യ. അങ്ങനെ നമ്മൾ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ കണ്ടിറങ്ങിയിരിക്കുകയാണ് നമ്മൾ നിവിൻ പോളിയുടെ. അപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് കുറച്ചുകൂടി നിവിൻ പോളി പഴയ ആ ഒരു എനർജിയിലോട്ട് വന്നത്. അപ്പം ഈ മൂവി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം ജനഗണമന പോലത്തെ ഒരു മാസൊന്നും അല്ല, ഒരു റൊമാൻറ്റിഫിക്കേഷൻ മൂവി നമ്മൾ ഓർമ്മയാണ് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടത്. ശരി. അപ്പോൾ ആ ഒരു ഡയറക്ടറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ, ഒരു അമിത പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി കയറിയത്. ഞാൻ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പൊളിറ്റിക്സ് ആണ്
ഉദ്ദേശിച്ചത്. പക്ഷെ അത് തീരെ വർക്കായില്ല. പാകിസ്ഥാൻ, ഇന്ത്യ ആ ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ട് മടുത്തതാണ്. അന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ നിവിൻ പോളിയും നമ്മുടെ ധ്യാനും കൂടി ആകുമ്പോ നല്ലൊരു കോംബോ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നല്ല കോമഡി സീൻസ് ഉണ്ടെന്ന്. പക്ഷെ അതൊന്നും ഇല്ല, വർക്കായില്ല. ധ്യാന്റെ ക്യാരക്ടർ ശരിക്കും ആ ക്യാരക്ടർ ഭയങ്കര ഒരു വീക്ക് ക്യാരക്ടർ ഒരു ഓളം ഇല്ലായിരുന്നു. ധ്യാന്റെ ക്യാരക്ടറിന് ഒരു ഓളം കിട്ടിയില്ല. അത് മാത്രമല്ല പടത്തിന്റെ ഡ്യൂറേഷൻ ഭയങ്കര ഓവറായി വലിച്ചീട്ടിക്കൊണ്ട് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു. അതങ്ങ് പോട്ടെ, മിസൈൽ വേണം. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെയും കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ പിന്നെ ആ മറ്റേ പുള്ളിയിൽ പാകിസ്ഥാനിലെ ആ പുള്ളി അടിപൊളിയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ച്. പക്ഷെ എന്നാ കണ്ടിരിക്കാന്ന് പറയുന്നതിൽ ബോറടിക്കും. ഫസ്റ്റ് ഹാഫ് ബോറടിക്കും, സെക്കൻഡ് ഹാഫ് കുറച്ചൊക്കെ കോമഡി കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. എനിക്ക് അതുപോലെ തന്നെ ഇപ്പം സ്റ്റോറിയിൽ പോണ പാട്ടുകളാണ് ഇഷ്ടം. അല്ലാതെ സ്റ്റോറി വേറെ പാട്ട് വേറെ. ഇതിനകത്ത് തന്നെ ആ ഒരു പുള്ളിയുടെ ആ ഒരു ഇത് കാണിക്കും. പുള്ളി ലിറിക്കലി പാട്ടിങ്ങനെ പറയുക, മാതിരി തോന്നും. നിങ്ങളുടെ ഒപ്പീനിയൻ തന്നെ എനിക്ക് കോമഡി ആൾക്കാരൊക്കെ എനിക്ക് ചിരിയൊന്നും അങ്ങനെ വന്നില്ല. പല സ്ഥലങ്ങളിൽ ഇവര് പ്രതീക്ഷിച്ച കയ്യടിയൊന്നും കിട്ടിയില്ല. മൊത്തം ക്രീ ആയിരുന്നു. ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, എന്റെ കണ്ണൊരുമാതിരി ഞാൻ പറയുകയും ചെയ്തു. ഭയങ്കര ഷേക്ക്. എന്തായാലും നിങ്ങൾ പടം കണ്ടെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പടം എന്ന്. അപ്പൊ എനിവേ നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു, ഒരു അടിപൊളി വ്ലോഗ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിഷയം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലുള്ള ബ്രേക്ക് കാണുന്നവരെ ബൈ.